നെടുമങ്ങാട് കാട്ടുതീയിൽ റബ്ബർ തോട്ടം കത്തി നശിച്ചു. ഇന്നലെ രാത്രി 9ഓടെയാണ് താന്നിമൂട് തിരുച്ചിട്ടപ്പാറ മലയിൽ തീപിടുത്തമുണ്ടായത്. മലയിൽ പടർന്ന തീ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് വ്യാപിക്കുകയായിരുന്നു. നെടുമങ്ങാട് യൂണിറ്റിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തോട്ടത്തിലെ തീ അണച്ചെങ്കിലും രാത്രി മലയിൽ മറ്റ് പലയിടത്തും തീ പടർന്നിരുന്നു. വിശദാംശങ്ങളുമായി അരുൺ മോഹനാണ് നെടുമങ്ങാട് നിന്നും ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. വലിയ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, വലിയ കാട്ടുതീയാണ് അവിടെ മേഖലയിലാകെ പടർന്നത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ആദ്യമേ ഗുഡ് മോർണിംഗ്. പക്ഷേ വളരെ ഒരു ദുരന്ത വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. രാവിലെ ഈ പറഞ്ഞതുപോലെ നെടുമങ്ങാട് സമീപത്ത് താന്നിമൂടിലുള്ള തിരുച്ചിട്ടാമ്പാറ പ്രദേശത്താണ് ഇന്നലെ രാത്രി മുതൽ ഈ പറയുന്ന തീ പടർന്നത്. രാത്രിയാണ് തീ ശക്തമായത്, 9 മണിയോടുകൂടി ശക്തമായത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ പകൽ സമയം മുതൽ ഈ പ്രദേശത്ത് തീ പടരുകയായിരുന്നു. കാരണം അടിക്കാട് കത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ രാത്രിയോടുകൂടി അത് രൂക്ഷമാവുകയായിരുന്നു. ഈ പ്രദേശത്ത് ജനവാസ കേന്ദ്രമല്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആദ്യം ഈ തിരുച്ചിട്ടാപ്പാറ പ്രദേശത്തായിരുന്നു കത്തിയത്. അവിടെ ജനപ്രദേശമല്ലാത്തതിന് ആൾക്കാർ അത്ര കാര്യമായി കണ്ടില്ല. പക്ഷെ അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന താഴെ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴായിരുന്നു ഇവിടെയുള്ള കൃഷിയിടങ്ങൾക്കൊക്കെ നാശമുണ്ടായത്. നിരവധി ഏക്കർ റബ്ബർ പുരയിടങ്ങളിലാണ് ഇത് നാശം വിതച്ചത്. തുടർന്ന് ഈ പറയുന്ന നെടുമങ്ങാട് കാട്ടാക്കട ഭാഗത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതും വളരെ ശ്രമകരമായിരുന്നു, കാരണം വാഹനങ്ങൾക്ക് യഥാസമയം എത്തിച്ചേരാനോ കഴിഞ്ഞില്ല. ഏതായാലും വളരെ പണിപ്പെട്ട് നിയന്ത്രണ വിധേയമാക്കി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അശ്വതി. ശരി, അരുൺ മോഹനാണ് നെടുമങ്ങാട് നിന്നും വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറ